ഞാൻ ഒരു കായ ഹലുവേൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കസിന് ബിഷാറ പറഞ്ഞ റെസിപ്പിയാണ്. ഒരു കിലോൻ്റെ അടുത്ത് പഴം, പഞ്ചസാര 300 ഗ്രാം, ഒരു പിഞ്ച് ഏലക്കായ്പ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, പിന്നെ ഓയിലും ഗീയും കൂടി മിക്സാക്കിയത് 1 കപ്പ്, റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ. ഷുഗർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം, മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഴവും പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇതുപോലെ ഉണ്ടാവും. അതിനുശേഷം ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആ പഴം മിക്സ് അതിലേക്ക് ചേർത്തിട്ട്, ഏലക്കായ്പ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ആ ടേസ്റ്റ് ഇഷ്ടം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇഷ്ടമുള്ള ആൾ ചേർത്താൽ മതി. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഓയിലും ഗീയും മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. ഗീ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതിൻ്റെ മെയിൻ പണിയെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗണിഷ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിർത്താതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അതിന് കുറച്ച് നല്ലോണം വറ്റി വരുമ്പോൾ കാഷ്യൂ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഭയങ്കര ഈസി റെസിപ്പിയാണ്. പഴം വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് തലശ്ശേരിക്കാരൊരു മെയിൻ ഐറ്റമാണ് കായ് ഹലുവ. ഇത് തലശ്ശേരി റെസിപ്പിയാണ്. ഇത് നിങ്ങൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ഇങ്ങനെ ഓയിൽ കാണുമെങ്കിൽ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഓയിലൊന്നും ഉണ്ടാകുന്നില്ല. റെസിപ്പി ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എന്തായാലും നല്ല അടിപൊളി റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.